116.11 ദശലക്ഷം യൂണിറ്റാണ് ഇന്നലത്തെ മൊത്തം വൈദ്യുതി ഉപയോഗം. 6013 മെഗാവാട്ടായിരുന്നു ഇന്നലത്തെ വൈകുന്നേരത്തെ വൈദ്യുതിയുടെ ആവശ്യകത എന്ന വാർത്തയും വരുന്നു. വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, ഈ ചൂടിനെ തുടർന്ന് വലിയ രീതിയിൽ വലയുകയാണ് നാട്. അതിന് പിന്നാലെയാണ് ഈ വൈദ്യുതി ഉപഭോഗം ഇങ്ങനെ വർദ്ധിച്ചിരിക്കുന്നത്. KECBയുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ നടപടികളാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നത്? അമൽ, സംസ്ഥാനത്ത് അതികഠിനമായ ചൂട് തുടരുന്നതിനിടെ സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുത ഉപയോഗത്തിന്റെ തോത് അത് സർവകാല റെക്കോർഡിൽ എത്തിയിരിക്കുന്നു എന്ന് KECB അറിയിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയ വൈദ്യുതി ഉപയോഗം അത് 116.11 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഇന്നലെ മൊത്തം ചിലവായി അല്ലെങ്കിൽ ഉപയോഗിച്ചു എന്നാണ് ഇന്ന് KECB അറിയിക്കുന്നത്. വൈകുന്നേരത്തെ, അതായത് പീക്ക് ടൈമിലെ ആവശ്യകതയും വർദ്ധിച്ചിട്ടുണ്ട്. അതും സർവകാല റെക്കോർഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകത 6013 മെഗാവാട്ടായിരുന്നു. 6012 മെഗാവാട്ട് നേരത്തെ രേഖപ്പെടുത്തിയ ദിവസം ഉണ്ടായിരുന്നു. ഏപ്രിൽ 14 6012 എന്ന റെക്കോർഡ് നേരത്തെ രേഖപ്പെടുത്തിയത്. അത് തകർന്നിരിക്കുന്നത് 6013 ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മെയ് 3 രേഖപ്പെടുത്തിയ മൊത്തം ഉപയോഗമായ 115.94 ദശലക്ഷം യൂണിറ്റ് ആയിരുന്ന മുൻ റെക്കോർഡും അതും മാറിയിരിക്കുന്നു. 116.11 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഇന്നലെ ആകെ മൊത്തം ഉപയോഗിച്ചു എന്നാണ് KECBയുടെ കണക്ക്. ഇതിലേറ്റവും പ്രധാനം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പീക്ക് സമയത്തെ വൈദ്യുതി ഉപയോഗം 6300 മെഗാവാട്ടിന് പുറത്തേക്ക് എത്തിയാൽ അത് സംസ്ഥാനത്തെ പ്രസരണ ശൃംഖലയുടെ ആകെ ശേഷിക്ക് അപ്പുറമുള്ളതാകും. അതായത് അതിനുശേഷം പ്രസരണം വഹിക്കാനുള്ള അല്ലെങ്കിൽ വൈദ്യുതി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശേഷി സംസ്ഥാനത്തെ ഈ പ്രസരണ ശൃംഖലയ്ക്കില്ല എന്നാണ് KECB അറിയിക്കുന്നത്. അങ്ങനെ വന്നാൽ അത് 6300 മെഗാവാട്ടിന് മുകളിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും എന്ന ആലോചനയാണ് ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിൽ പ്രധാനമായി ഉണ്ടായത്. 10-15 മിനിറ്റ് വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിൽ എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് അലക്സ് റാം മുഹമ്മദ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.